ബിഗ് ബോസ് മലയാളം സീസൺ 7 നെവിൻ്റെ വയറ് നിറച്ച് അനു കൊടുത്തിട്ടുണ്ട്. ഇനി എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ ഇരിക്കുന്ന അമ്മൂമ്മയും അപ്പൂപ്പനെയും ഉൾപ്പെടെ ഞാൻ വിളിക്കുമെന്ന് നെവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നേരത്തെ വേണമായിരുന്നു. കാരണം ഇതിങ്ങനെ വിളിച്ച് വിളിച്ച് ഇത് തലയിൽ കയറി നിരങ്ങി അതിൻ്റെ എക്സ്ട്രീം ലെവലിലോട്ട് പോയതുകൊണ്ട് മാത്രമാണ് അനു ഇവിടെ പ്രതികരിച്ചത്. ഇത് മുമ്പേ ആവണം എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുലസ്ത്രീ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം കുലസ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വാക്ക് തന്നെയാണ്, നല്ലൊരു അർത്ഥം തന്നെയാണ്. പാതിവൃത്ത ധർമ്മത്തോടു കൂടി കുടുംബം നോക്കുന്ന ഒരു സ്ത്രീക്കാണ്, കുടുംബം നല്ലതുപോലെ നോക്കുന്ന ഒരു സ്ത്രീക്കാണ് കുലസ്ത്രീ എന്ന് പറയുന്നത്. അതും കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, കല്യാണം കഴിക്കാത്ത സ്ത്രീയല്ല, കുടുംബം നോക്കുന്ന ഒരു സ്ത്രീയാണ്. കല്യാണം കഴിഞ്ഞ് പുരുഷനോടൊപ്പം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി ഭംഗിയായിട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് കുലസ്ത്രീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയുടെ മുമ്പേ ആർട്ടിഫിഷ്യലും കൂടെ ചേർത്ത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ച് പലവട്ടം കളിയാക്കുന്ന ഈ നെവിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? അപ്പോൾ കുലസ്ത്രീ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല, നല്ല പേര് തന്നെ. പക്ഷേ അത് ഒരു കല്യാണം കഴിക്കാത്തൊരു സ്ത്രീയെ വിളിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രമാത്രം യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് അതിന് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും, അങ്ങനെ യോജിക്കാൻ പറ്റുമെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പലവട്ടം ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നെവിൻ്റെ വായടപ്പിച്ചുള്ള മറുപടിയാണ് ഇന്ന് അനു കൊടുത്തത്. ഇനി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലിരിക്കുന്ന അമ്മൂമ്മയും അപ്പൂപ്പയും ഉൾപ്പെടെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു കുഴപ്പമില്ല, അതങ്ങ് കറക്റ്റ് കാര്യം തന്നെ, അതിനകത്ത് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം അനു പറഞ്ഞാൽ എന്താണ് തെറ്റ്? അപ്പോഴത്തേനും അത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന അക്ബറും അതുപോലെ ലക്ഷ്മിയൊക്കെ അങ്ങോട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അനു അങ്ങനെ വിളിക്കില്ല, അത് അങ്ങനെ വിളിച്ചതിൽ എന്താ കുഴപ്പമെന്ന്. നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചതിൽ എന്താണ് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ അനു അമ്മൂമ്മയെ വിളിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അനുവിന് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ലെന്നാണ് അവിടെ നിന്ന് അക്ബർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അനു ഈ പറഞ്ഞിട്ടുള്ള നെവിൻ്റെ അമ്മൂമ്മയെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, അത് നല്ലൊരു പേരല്ലേ? എന്തുവാടെ ഇതൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഇപ്പം ഭയങ്കര ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓവറെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിലുള്ള ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെറുത്ത് അങ്ങേ അറ്റമായി. ഇപ്പം തന്നെ നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അനുവിൻ്റെ അടുത്ത് ഈ ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ട് പെരുമാറുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നെവിൻ്റെ ഇന്ന് രാവിലെ തന്നെ നെവിനും അതുപോലെ അനുവും തമ്മിലൊരു നല്ലൊരു സംസാരം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇതൊരു ടോമാഞ്ചെറി ആക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടിയും നടത്തുന്നുണ്ട്. കാരണം PR-കളൊക്കെ ആയിരിക്കാം. ഇതിനകത്ത് എന്ത് ടോമാഞ്ചെറിയുടെ കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇവർ തമ്മിൽ ടോമാഞ്ചെറിയാണ്. നെവിൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മാത്രമാണ് ഇവിടെ പെരുമാറുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു നെവിന് കുറേ വോട്ട് കൊടുക്കുന്ന ടീമുകളാണെന്ന് തോന്നുന്നു. ഇത് കുറേ ടോമാഞ്ചെറി കോംബോ ആക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഈ ആഴ്ച നെവിൻ പുറത്തു പോകാതിരിക്കാനുള്ള വേലയ്ക്കൊക്കെ ആയിരിക്കാം. ഇപ്പം ഇന്ന് രാവിലെ തന്നെ നെവിൻ പറയുന്നുണ്ട് 65,000 രൂപയാണ് അനു മാസം മേടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാനു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 65,000 രൂപയാണ് മാസം മേടിക്കുന്നതെന്ന് ഈ നെവിൻ്റെ അടുത്ത് അനു പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ലൈവിൽ പറയുന്നത്, എപ്പിസോഡിൽ പറയുന്നത്. ഇവിടെ ആദിലയും അതുപോലെ ബിന്നിയൊക്കെ PR-ൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചിറക്കിയല്ലോ. അനീഷ് കണ്ടം വിറ്റിട്ടാണ്, അല്ലെങ്കിൽ വയൽ വിറ്റിട്ടാണ്, പുരയിടം വിറ്റിട്ടാണ് ഇവിടെ വന്ന് ഗെയിം കളിക്കുന്നത്, PR-ന് കൊടുത്തിട്ടാണ് ഗെയിം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ബിന്നി അതുപോലെ 16 ലക്ഷം രൂപയാണ് അനു മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് PR പരിപാടികൾക്ക് വേണ്ടിയിട്ട് 16 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് ഗെയിം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലൊരു കള്ളമാണ് ഇപ്പം നെവിനും അടിച്ചിറക്കിയിരിക്കുന്നത്. 65,000 രൂപ മാസം ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ നെവിൻ രാവിലെ ലൈവിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചുമ്മാ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്രശ്നമാക്കാനും ചർച്ചയാക്കാനും വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഇത് ചോദിച്ച് പ്രശ്നമാക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് നെവിൻ ഈ 65,000 രൂപ ഇട്ട് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നിയത്. നെവിൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഓവറാണ്. ഇന്നലെ തന്നെ കണ്ടില്ലേ ക്യാപ്റ്റൻസി ടാസ്കിൽ അനുവും സാബുമാനും ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരിനെ അവിടെ ക്യാപ്റ്റനാക്കാൻ വേണ്ടിയിട്ട് കടന്ന് കളിച്ച നാറിയ കളികൾ കാരണം അതൊരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. അതിനകത്ത് ഈ നെവിൻ വന്ന് ഇടിച്ചു കയറേണ്ട കാര്യമില്ല. പക്ഷെ എന്തായാലും ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ നെവിനെ 3G ആക്കി വിട്ടായിരുന്നു. കാരണം ലാസ്റ്റ് ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു നെവിൻ എണ്ണിപ്പിക്കാൻ പറഞ്ഞു. കാരണം അനാവശ്യമായിട്ട് പോയി ഇടിച്ചു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്. ഒരാൾ നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇത്രയും വലിയ പേഴ്സണൽ ഗ്രിഡ്ജ്, ഈ നെവിൻ പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ച് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ അവിടെ നിൽക്കുന്നത്. ഗെയിമോ കളിക്കുന്നില്ല. കാരണം കട്ടുതീറ്റിയും ഈ പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രിഡ്ജും അല്ലാതെ നെവിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല, അല്ലേ?
ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ചൊറിത്തവളയെന്നും അല്ലെങ്കിൽ തള്ളച്ചിന്നും. അപ്പം നെവിന് വായി വരുന്ന എന്തും പറയാം അല്ലേ? നമ്മൾ കണ്ടതാണ് ഈ അനുവിന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ മോശവാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. മൂർക്കം പാമ്പിന്റെ വിഷമാണ്, അടുത്തൂടെ പോയി കഴിഞ്ഞാൽ വിഷം ഏക്കും, അതുപോലെ മോന്ത പിടിച്ച് ഭിത്തിയിൽ ഉരയ്ക്കും, അങ്ങനെ എന്തൊക്കെ വാക്കുകളാണ് അനുവിനെ പറഞ്ഞേക്കുന്നത് അല്ലേ? ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ വയറ് നിറച്ച് കൊടുത്താലേ ഈ നെവിൻ കുറച്ച് അടങ്ങും, അല്ലാതെ ഈ നെവിൻ അടങ്ങത്തില്ല. എപ്പോഴും ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയാണ് അവിടെ ഇരിക്കുന്നത്. കാരണം ലാലേട്ടൻ ഫയർ ചെയ്യാത്തതുകൊണ്ടാണ്, ഒരു വട്ടം പോലും ഫയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് അവിടെ ഇരിക്കുന്നത് പുള്ളിക്കാരൻ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ ഭയങ്കര സപ്പോർട്ടാണ്, അതാണ് ഇതാണ് എന്നുള്ളൊരു വിചാരത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൂടെ ഇളകിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാറിൽ എല്ലാവരും കൂടെ വോട്ട് ചെയ്തിട്ട് പാത്രം കഴുകാൻ ഏൽപ്പിച്ചല്ലോ, അതിൽ പിന്നെ കുറച്ച് അളിയന് മനസ്സിലായിട്ടുണ്ട് വെളിയിൽ നെഗറ്റീവാണ് പോകുന്നത്, കാരണം അതുകൊണ്ടാണ് എല്ലാവരും പിടിച്ച് പാത്രം കഴുകാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ പിന്നെ ക്യാരക്ടർ വീണ്ടും ഒന്ന് സ്വിച്ച് ഇട്ടോലൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം ചുമ്മാ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചുമ്മാ ചെന്ന് ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരു ചൊറിത്തവളയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അനുമോൾ ഇന്ന് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.